ഹായ് ഹലോ, ഇനി നമുക്കൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. ഈ മസാലകളൊക്കെ ഇട്ട് ബിരിയാണിയുടെ ഫ്ലേവർ വരുന്ന ടൊമാറ്റോ റൈസ് ആണ് സാധാരണ കണ്ടുവരുന്നത്. എന്നാൽ ഇത് അതൊന്നുമല്ല, തനി നാടൻ ടൊമാറ്റോ റൈസ് ആണ്. നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിച്ച് കുറച്ച് ജീരകം ഇട്ട് അതിലേക്ക് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഒരു സവാള അരിഞ്ഞതിട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 3 വലിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. തക്കാളി എളുപ്പത്തിൽ കുക്കാവാനുള്ള ടിപ്പാണ്. നന്നായിട്ട് ഫ്രൈ ആക്കിയ ശേഷം അതൊന്ന് അടച്ചു വെക്കുക, എന്നിട്ട് വേവിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കുക്കായി നല്ല ഉടഞ്ഞ പാകത്തിൽ കിട്ടും. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തക്കാളി കുക്കാവണം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. ആ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് കുറച്ചുകൂടി ഉപ്പ് ബാലൻസ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് അതിലേക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് ഇളക്കി ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്രയാണ് വേണ്ടത് അത്ര ആഡ് ചെയ്ത് കൊടുക്കുക. ചോറിലേക്ക് ഈ മസാല മുഴുവൻ ആവുന്നത് പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. സൂപ്പർ ടേസ്റ്റി തക്കാളി റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതിന് കൂടെ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. സ്പെഷ്യലി ബാച്ചിലേഴ്സിനെല്ലാം ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. വേഗം പോയി ട്രൈ ചെയ്ത് നോക്കോളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു സോ മച്ച്.